അപ്പം ഇന്നൊരു ദീപാവലി ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോവുക കേട്ടോ ഞങ്ങളെല്ലാവരും. പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. അവരാദ്യമായിട്ടാണ് കളിക്കാൻ പോണത്. അച്ചു അബി ഇന്ന് ക്ലൈമറ്റ് നല്ലതല്ല അല്ലേ, നല്ല മഴയാ, തണുപ്പ്, നല്ല വെയിലാണ്, നല്ല മഴയാണ്. ഇത് ഫിജി ഇന്ത്യക്കാരുടെ നോർത്ത് ഇന്ത്യക്കാരുടെയും ഫിജിയിൽ നിന്ന് വന്ന ആൾക്കാരുടെ ഇന്ത്യക്കാരുടെയും കൂടെയൊക്കെ ഉള്ള അവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഫെസ്റ്റിവലാണ് ദീപാവലി ആഘോഷം. അപ്പോൾ അവരുടെ ഒരാൾ ചോദിച്ചായിരുന്നു പിള്ളേരുടെ ഡാൻസ് കളിക്കാവുന്നു, പിള്ളേരുടെ ഓണത്തിന് ഡാൻസ് കളിച്ച് കണ്ടിട്ട് ചോദിച്ചായിരുന്നു അവരുടെ പരിപാടിക്ക് വന്ന് ഡാൻസ് കളിക്കാവുന്നത്. ഇവരാദ്യമായിട്ട് കളിക്കുകയാണ്, ആദ്യമായിട്ടല്ല, ഓണത്തിന് ആദ്യമായിട്ട് കളിച്ചു ഇവിടെ, പിന്നെ ഇത് സെക്കൻഡ് ടൈമാണ്. എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ചോദിച്ച് ഇവരോടും വന്ന് ഡാൻസ് കളിക്കാവുന്നു. ഇവർ ഓക്കെയാണ്, നമുക്ക് എന്ത് കുഴപ്പം. അവര് ഇവിടുന്ന് ഞങ്ങളെയൊക്കെ കൂട്ടിയിട്ട് വേണം പോവാൻ. എന്നാ തണുപ്പായിരുന്നു, ഞാൻ കൊണ്ട് ഈ ജാക്കറ്റ് ഇട്ട് ഉള്ളിലൊന്നുമില്ല, ഉള്ളിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തെ ഇന്നേഴ്സാ, ഷർട്ടൊന്നും ഇട്ടില്ല. ചേച്ചി വിളിച്ചില്ലേ? അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. ഇവിടെ excited to see what the night's going to bring, and I'm food that we're going to enjoy, and you'll likely give one that has put it on. We're excited to announce the first dance of the night. Are we ready, guys? Come on, you guys can do better. Are we ready? Coming up first, a beautiful welcome dance. ഇത്രയും ആൾക്കാരെയൊക്കെ കണ്ടിട്ട് അവർക്ക് പേടിയാവുകയെന്ന് പറയുന്നുണ്ട്. കയറുമെന്നറിയില്ല, കുറേ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം അവരുടെ സമയമായി എന്നാണ് പറഞ്ഞത്. പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അവർ സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ മേടിച്ച് കഴിച്ചു അവിടെ ഇരുന്ന് കുറച്ച് നേരം. ഫിജിക്കാരുടെ കാവ എന്ന് പറഞ്ഞ സാധനം ഇത് നമ്മൾ ഇത് ചെറിയൊരു ലഹരി ഉണ്ടെന്നാണ് പറയുന്നത്. ചോദിക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയാം. ഭയങ്കര ചെറിയൊരു കയ്പാണ്, അടിപൊളി. എന്നാലും ആദ്യം പറഞ്ഞ് രണ്ടുമൂന്നെണ്ണം കുടിക്കാലോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്. 2 പൂരി ഉണ്ട്, പിന്നെ മസാലക്കറി
പിന്നെ ഇതെന്തോ എരിവുള്ള കറിയാന്ന് തോന്നുന്നു അല്ലേ? ഇത് തക്കാളി കറി പോലത്തെ. ഇവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളി. ഒന്ന് വെജിറ്റബിൾ ബിരിയാണി ആണ് തോന്നുന്നു അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? പൂരിയുണ്ട്, പിന്നെന്താ ചുവന്ന കറി എന്താ? അത് തക്കാളി കറി, പിന്നെ പൂരി ഭാജിയും, പിന്നെ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും ഇരുന്നിട്ട് മറ്റേ കവാന്ന് പറഞ്ഞ ഡ്രിങ്ക് അടിക്കുന്നത് ഞാൻ അത് കാണിച്ചില്ലായിരുന്നോ? അവിടെ എല്ലാവരും ഇരുന്നിട്ട് കവ അടിച്ചുകൊണ്ടിരിക്കുന്നു. കാവാന്ന് പറഞ്ഞാല് ഒരു ചെടിയുടെ വേര് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഒരു തരം ഡ്രിങ്ക് ഉണ്ടാക്കുന്നതാണത്. അത് ഫിജിക്കാരുടെ ഒരു സ്പെഷ്യലാണത്. ഇതൊക്കെ കണ്ട് തിരിച്ചു പോവുക അല്ലേ ജോ വീട്ടിലേക്ക്? ദീപാവലി പരിപാടി കഴിഞ്ഞു. നിങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് കളിച്ചുട്ടോ പിള്ളേരെ. ഇത് ഫിജി ഇന്ത്യൻസിന്റെ ആണ്, ഫിജിയിലുള്ള ഇന്ത്യക്കാരുടെയാണ്. നോർത്ത് ഇന്ത്യൻസിന്റെ, നമ്മുടെ നാട്ടിൽ നോർത്ത് ഇന്ത്യൻസിന്റെ വരാൻ ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെ വേറെ ദിവസം അത് ഇവിടെ ഇല്ലല്ലോ, അത് ഇൻവർക്കാർക്കില്ല. ഇത് ഫിജിയിലുള്ള നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് ശരിക്കും. അവര് പണ്ട് ഫിജിയിലേക്ക് കുടിയേറി പാർത്തവരും. എനിക്കൊന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അങ്ങനെ കൊണ്ടുവന്ന് വരാൻ തോന്നുന്നു. അവരുടെയൊക്കെ തലമുറക്കാരാണല്ലോ. പക്ഷെ അവരെപ്പോഴും ഹിന്ദി സംസാരിക്കുന്നത്. ഹിന്ദി നന്നായിട്ട് സംസാരിക്കും എല്ലാവർക്കും. അങ്ങനെ ഞങ്ങളുടെ വീട് എത്താനായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്.